ബംഗാളി ഇവിടെയുള്ളവര് എനിക്ക് അത് തുറന്നു പറഞ്ഞുകൊണ്ട് എന്നോട് വിഷമവും തോന്നരുത്. സാധാരണ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ പട്ടികളോടും നായ്ക്കുട്ടികളോടൊക്കെ വളരെ വെറുപ്പാണെന്നും അവരിതുങ്ങളെ ഉപദ്രവിക്കുന്നതാണ് പൊതുവെയുള്ള ഒരു ധാരണ. പക്ഷെ അത് ഞാൻ തിരുത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ഈ 3 ഓഡിറ്റോറിയവും ഇസ്ലാമിൻ്റെതാണ്, മുസ്ലിങ്ങളുടേതാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഈ ഷവർമ്മ തരുന്ന ഈ ഹോട്ടലുകളെല്ലാം മുസ്ലിമിൻ്റെതാണ്. അപ്പൊ ഇതെടുക്കാൻ പോകുമ്പോ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ 3-4 പട്ടികളുണ്ടാവും. അവരിന്ന് വരെ അതിനെ മാറ്റിയിട്ട് വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടികൾക്ക് കൊടുക്കാനല്ലേ ഞങ്ങൾക്ക് ഇവിടെ ആഹാരമില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റ് ജാതി സമുദായത്തിലുള്ളവർ, ഇതൊരു വർഗീയമായിട്ട് എടുക്കരുത്, മറ്റു ജാതി സമുദായത്തിലുള്ളവർ ഞങ്ങള് ഇപ്പൊ ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാറുണ്ട്. അതിന് ചെല്ലുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഇതിനെ കൊണ്ട് നടക്കുള്ളൂ. കാരണം ഇത് വയ്യാത്ത കൊണ്ടാണ്. അവർ കാണാൻ പറയാം അതുങ്ങളെ പട്ടികളൊക്കെ എടുത്ത് മാറ്റണം, ഇവർക്ക് പട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കൊടുക്കണ്ട, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗം അവര്, ഞാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ല എന്റെ മക്കൾക്കും എനിക്കും എന്റെ കുടുംബത്തിനും. ഇന്ന് ഞങ്ങള് ഒരു 10 വർഷം മുമ്പ് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വരെ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയത് ഒരു ഇസ്ലാമാണ്. അതിന്റെ പേര് പറഞ്ഞ എനിക്ക് വിഷമമൊന്നുമില്ല. കൊല്ലത്തെ ഡെപ്യൂട്ടി മേയർ നൌഷാദ് ഖായാണ് ഞങ്ങളെ ആ അവസ്ഥയിൽ നിന്നും നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇന്നും ഞങ്ങൾക്ക്, ഇന്ന് MLA, അന്ന് ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. ഇന്നും ഞങ്ങൾ ഇസ്ലാമിന്റെ, ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് എന്നോട് വൈരാഗ്യം, എനിക്ക് അതിൽ വലിയ വിഷയമൊന്നുമില്ല. കാരണം ഞാൻ ജീവിതത്തിൽ എന്റെ ഭാര്യ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാനൊരു കൂലിപ്പണിക്ക് പോയി. എന്റെ ഭാര്യ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നേർച്ച മേടിക്കാൻ പോയിരിക്കും. അതിനു മുമ്പ് അമ്പലങ്ങളിൽ പോയിരുന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോയിരുന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു പ്രതിഫലവും അല്ല ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് കിട്ടുന്നത്. അവരാദ്യം ചോദിക്കുന്നത്, എനിക്ക് ഇപ്പോഴും ഈ ഇസ്ലാമിന് ഒരു ഏറ്റവും കൂടുതൽ വിശ്വാസവും അവരെ ഞാൻ അനുകരിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അത് മാതൃകയാക്കണമെന്ന് പറയുന്നത്, അവര് ഒരു മുസ്ലിമിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, ഞങ്ങൾ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. അത് എനിക്കെൻ്റെ ഒരു 40 വയസ്സ് മുതൽ, കാരണം ഞങ്ങൾ ഈ ഉള്ളാടന്മാര് മറ്റു വീടുകളിൽ പോയി ഭക്ഷണം യാചിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലും പല വീടുകളിൽ കയറി അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പേപ്പട്ടിനെ ഓടിക്കുന്നതുപോലെ ഓടിച്ചു കഴിയുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വാതിക്കലൊരു ഫോട്ടോ കാണും. ആ ഫോട്ടോയിൽ കുറച്ച് അറബി വാക്കുകൾ കാണും. അപ്പോൾ എന്താണെന്നറിയാൻ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും എനിക്കും വളരെ കുളിർമയാണ്. കാര്യം അവിടെ നിന്ന് ഉറപ്പായിട്ടും ഭക്ഷണം കിട്ടും. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കിട്ടും. ഇന്നും ഈ മക്കൾ ജീവിക്കുന്നത് ഇസ്ലാമിന്റെ ആ ഒരു സഹായത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. ഈ പിള്ളേർ ഞങ്ങളെ ഈ ഒറ്റപ്പെടുത്തി ഈ ബലിമൃഗങ്ങളെ പോലെ വേട്ടയാടുമ്പോഴും ഇവിടെ ഈ വടതല ഭാഗത്തുള്ള അരുക്കുറ്റി ഭാഗത്തുള്ള അല്ല കേരളം മൊത്തം പറയാം, മുസ്ലിം സഹോദരങ്ങളാണ്, സഹോദരിമാരാണ് ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത്. അവരാണ് ഈ യൂണിഫോം മുഴുവൻ മേടിച്ചു കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത് പറയുന്നത് കൊണ്ട് ആരെല്ലാം എന്നോട് എന്തെല്ലാം പറഞ്ഞാലും, അപ്പൊ എനിക്ക് എന്റെ ഈ 45 വയസ്സ് കാലം മുതൽ എന്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിമാണ്. ആ മുസ്ലിം വിവാഹം കഴിച്ച് എന്റെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ വിവരം എന്താണെന്നും സംസ്കാരം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും പുണ്യം എന്താണെന്നും നന്മ എന്താണെന്നും ഞാൻ അറിയണത്. എന്റെ മൂത്ത സഹോദരിയെ ഒരു ഇസ്ലാം കല്യാണം കഴിച്ചതിന് ശേഷം